श्री गुरुभ्यो नमो नमस्कारम दि ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും പൂർണ്ണമായി മനസ്സിരുത്തി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് ശ്രീ മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഇന്നത്തെ നക്ഷത്രഫലം ഈ കൊല്ലത്തിന് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ഗ്രഹസ്ഥിതി അഷ്ടവർഗ ഗണിതം, ദശവർഗ ഗണിതം, ഷഡ്വർഗ ഗണിതം, യോഗസ്ഫുടം, ഇത്ര ഗണിതങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഫലത്തിൽ ആസ്പദമാക്കി എടുക്കുന്നത്. ഇന്നത്തെ നക്ഷത്ര വിഷയം അവിട്ടം, ചതയം, പൂരോരട്ടാതി. ഈ മൂന്ന് നക്ഷത്രത്തിനും ഈ വർഷം എങ്ങനെ ഉണ്ടാവും എന്ന് സർവശക്തനായ വേട്ടയ്ക്കൂർ മകനെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ, ചെറുപ്പക്കാർ, ബാല്യക്കാർ, വിവാഹം കഴിഞ്ഞവർ, കഴിയാത്തവർ, രാഷ്ട്രീയത്തിലുള്ളവർ, അങ്ങനെ ഓരോരോ ഭാവത്തിലും വിശേഷമായി ചിന്തിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ അവിട്ടം, ചതയം, പൂരോട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ഫലത്തിലേക്ക് നീങ്ങാം. സർവേശ്വരനായ ആ മഹാദേവൻ ഈ രാശിയിൽ ഈ നക്ഷത്രക്കാർക്ക് ശുഭാശുഭങ്ങളൊക്കെ സത്യമായി തെളിയാൻ ആ ബ്രഹ്മം പൂർണ്ണമായി കൽപ്പിക്കട്ടെ. ഓം ഘും ഗുരുഭ്യോ സർവദേവതാഭ്യോ നമോ. 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 കുംഭരാശിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ആരൂഢം. ആദ്യം തന്നെ ലഗ്നത്തിൽ ചന്ദ്രൻ, 10-ൽ വ്യാഴൻ. 10-ൽ വ്യാഴൻ വന്നതുകൊണ്ട് കർമ്മമാർഗം നന്നായി വരും. അധ്യാപകർക്ക് വളരെ ശ്രേഷ്ഠമായ വർഷമാണ്. അധ്യാപകർക്ക് മാത്രം 10-ൽ വ്യാഴൻ കർമ്മരാശിയിൽ വന്നതുകൊണ്ട്. ലഗ്നത്തിൽ ചന്ദ്രൻ, 6-ാം ഭാവാധിപതിയാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ ഉദയരാശിയിൽ നിന്ന് അഷ്ടമത്തിലാണ്. അപ്പോൾ രോഗസാധ്യതകളൊക്കെ ഉണ്ട്. അവസാനം സ്ഫുടത്തിൽ അതും കൂടി നമുക്ക് കാണാം. ഇതിൻ്റെ 5-ാം ഭാവം വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് പരിശോധിക്കുമ്പോൾ ആ ഭാവാധിപതിയായ ബുധൻ ചന്ദ്ര 11-ാം ഭാവത്തിൽ രസതന്ത്രം, ഊർജതന്ത്രം, അതുപോലെ വൈദ്യശാസ്ത്രം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഠന വിഷയത്തിലും അതുപോലെ തന്നെ പഠിച്ച് നല്ല ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടാനും സാധ്യതകളൊക്കെ പൂർണ്ണമായും ഉണ്ട്. നല്ല വരുമാനവും സ്വസ്ഥതയും സ്വസ്ഥാന്തരവും ഉണ്ടാവും. 7-ാം ഭാവം ഈ നക്ഷത്രത്തിൽ വിവാഹപ്രായക്കാർക്ക് എങ്ങനെ ഉണ്ടാവും, വിവാഹം കഴിഞ്ഞവർക്കും എങ്ങനെ ഉണ്ടാവും, ഇതെല്ലാം 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. 7-ാം ഭാവാധിപതിയായ സൂര്യൻ 11-ലാണ്. ഇന്നത്തെ മംഗല്യസ്ഫുടം എന്ന് പറയും ജ്യോതിഷത്തിൽ. ലഗ്നസ്ഫുടവും
ശുക്രസ്ഫുടമും 7ാം ഭാവസ്ഫുടം കൂട്ടിയാൽ മംഗല്യസ്ഫുടമാണ് വരിക. 7 രാശി 10 ബാഹ 5 കല, ഇതാണ് മംഗല്യസ്ഫുടം. അപ്പൊ മംഗല്യസ്ഫുടത്തിന് നവാംശാധിപതി ആരാ എന്ന് നോക്കിയാൽ വൃശ്ചികരാശി സ്ഥിരരാശി ആയതുകൊണ്ട് ഈ സ്ഥിരരാശിന്റെ 9ാമത്തെ രാശിയിലാണ് സ്ഫുടം തുടങ്ങുക. 3:20 കർക്കടകം, 6:40 ചിങ്ങം, 10 കന്നി, 5 കല തുലാരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോ നക്ഷത്രോദയം ഗ്രഹം 5 കല ആയതുകൊണ്ട് ചിത്ര നക്ഷത്രം 3ാം ഭാഗത്തിലാണ് നിൽക്കുന്നത്. ആ ചൊവ്വ മീനരാശിയിൽ അഷ്ടവർഗത്തിൽ വരികയും മംഗല്യസ്ഫുടൻ നവാംശക രാശിയിൽ ഗുളികൻ വരികയും ആ ചൊവ്വ തുലാരാശിക്ക് ഷഷ്ടാഷ്ടമ യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ നക്ഷത്രത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, ഉപ്പ് തൊട്ട് കടുക് വരെ പരിശോധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കരുത് എന്ന രീതിയിലാണ് പറയാൻ. കാരണം മാനസികപരമായും ശാരീരികപരമായും പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് വേണം വിവാഹം കഴിക്കാൻ. ഭാര്യ ഭർത്താവ് തമ്മിൽ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാവും. ഈ ചൊവ്വ ഗുളികയോഗം എന്നാൽ ഭാര്യ ഭർത്താക്കൾ 2 ആൾക്കാർ തന്നെ ഭർത്താവുണ്ടെങ്കിൽ അന്യ സ്ത്രീയെ അഭയം പ്രാപിക്കാനും, അതുപോലെ ഭർത്താവ് സംശയിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ അന്യ പുരുഷനെ അഭയം പ്രാപിക്കാനും, സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷനെ അഭയം പ്രാപിക്കാനും സാധ്യതകൾ സ്ത്രീ പുരുഷനക്ക് ബാധകമാണ്. ആ സംശയ രോഗം ഉള്ളവർ എന്ന് മാനസികപരമായി ധരിക്കുന്നവർക്ക് മാത്രമാണ് ഫലം. അവിടെ ഗുളികന്റെ യോഗം ഉള്ളത് കൊണ്ടാണ് ആ ഫലം വരുന്നത്. അതുകൊണ്ട് നല്ല ഡോക്ടറെ കണ്ട് കൗൺസിലിംഗ് ചെയ്യേണ്ടത് നല്ലതാണ്. ഇല്ലെങ്കിൽ എല്ലാ രീതിയിലും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇതാണ് മംഗല്യസ്ഫുടം. കർമ്മജീവിതം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കുമ്പോൾ തൊഴിൽ, ബിസിനസ്, ഇത്ര വിഷയങ്ങൾ. അവിടെ ലഗ്നസ്ഫുടം, 2ാം ഭാവസ്ഫുടം, 6ാം ഭാവസ്ഫുടം, 9ാം ഭാവസ്ഫുടം, കർമ്മസ്ഫുടം, 10ാം ഭാവം കർമ്മം. ഈ സ്ഫുടങ്ങളൊക്കെ കൂട്ടിയാൽ കർമ്മസ്ഫുടമാണ് കിട്ടുക. അപ്പൊ കർമ്മസ്ഫുടം വന്നിരിക്കുന്നത് 3 രാശി പൂജ്യഭാഹ 56 കല. 3 രാശി എന്ന് പറയുമ്പോൾ ഇടവത്തിന്റെ 3ാമത്തെ രാശി. പൂജ്യഭാഹ എന്ന് പറയുമ്പോൾ പുണത നക്ഷത്രം 4ാം പാദം. അപ്പോൾ പുണത നക്ഷത്രം 4ാം പാദമാണ് നക്ഷത്ര ഭുക്തിയായിട്ട് കർമ്മസ്ഫുടത്തിൽ വന്നിരിക്കുന്നത്. ഏത് നക്ഷത്രമാണോ ഭുക്തി വന്നാൽ ആ നക്ഷത്രാധിപതിയായിരിക്കുന്ന ഗ്രഹം അഷ്ടവർഗ സംഖ്യയിൽ ബലമുണ്ടോ എന്ന് സൂക്ഷ്മ ദൃഷ്ടി ചെയ്യണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ വൃശ്ചിക രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴൻ അഷ്ടവർഗത്തിൽ 3 ബലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കർമ്മസംബന്ധമായുള്ള കാര്യത്തിൽ പ്രയാസങ്ങൾ പെടും, കനത്ത നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കനത്ത നഷ്ടം വിചാരിച്ചിട്ട് നിങ്ങൾ സദാനന്ദ സമയത്തിന്റെ ദിലീപ പോലെ ആകരുത്. പറയാൻ കാര്യം മാർക്കറ്റിംഗ് കൗൺസിലിംഗ് ചെയ്യേണ്ടത് നല്ലതാണ്. ഏതൊരാളും ഈ നക്ഷത്രക്കാർ ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് കണ്ട ആൾക്കാർക്ക് പോയി യാരോ ചെയ്തു വെച്ചിട്ടുണ്ട്, ആരൊക്കെയോ എന്തൊക്കെ മന്ത്രവാദം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഒടി വെച്ചിട്ടുണ്ട് ഒക്കെ പറഞ്ഞ് നിങ്ങൾ പറ്റിക്കുകയാണ്. കുറേ ആൾക്കാരെ വിളിച്ചു, ആ ജോത്സ്യനടുത്ത് 50,000 കൊടുത്ത്, ഈ ജോത്സ്യനടുത്ത് 40,000 കൊടുത്ത്, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കേസുകളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമാണ്. പറയാൻ കാരണം നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സക്സസ് ആവും. അതുകൊണ്ട് ഈ വിഷയത്തിൽ പുതിയതായി ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർ, എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു മാർക്കറ്റിംഗ് കൗൺസിലിംഗ് എന്ത് ചെയ്താൽ നിങ്ങൾ ശരിയാവാം, നിങ്ങളുള്ള കഴിവുകൾക്ക് എന്തൊക്കെയാണെന്ന് ആ കൗൺസിലർക്ക് മനസ്സിലാവാം. അങ്ങനെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ തുടങ്ങിയാൽ പൊടി പൊടിക്കും, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വ്യാഴം വന്നതുകൊണ്ട് സ്മഗ്ലിംഗ് ഇല്ലെങ്കിൽ കഞ്ചാവ് കിടത്ത ഇതുമാതിരിയുള്ള വിഷയങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പോലീസ് പിടികൂടാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ മരിക്കുക, അത് തന്നെ. പിന്നെ ഈ രാശിയിൽ ചിന്തിക്കുമ്പോൾ പിന്നെ വരുന്ന രോഗസ്ഫുടം. 6ാം ഭാവം കൊണ്ടാ രോഗം ചിന്തിക്കുക.
അപ്പോൾ ലഗ്നസ്ഫുടം 6-ാം ഭാവസ്ഫുടം കൂട്ടിയാൽ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളായാലും പുരുഷനായാലും കുട്ടികളായാലും എന്തൊക്കെയാണ് രോഗങ്ങൾ കാര്യമായിട്ട് വരിക. അതാണ് രോഗസ്ഫുടം. ഈ രണ്ട് സ്ഫുടത്തെയും കൂട്ടുമ്പോൾ 11 രാശി, ഒരു ഭാഗ, 16 കള. 11 രാശി പറയുമ്പോൾ ഇടവത്തിന്റെ 11ാമത്തെ രാശി, ഒരു ഭാഗ പറയുമ്പോൾ മീനരാശിയിൽ ആദ്യത്തെ നക്ഷത്രം പറഞ്ഞാൽ പൂർവ്വ 4-ാം ഭാഗം. അപ്പൊ വ്യാഴനാണ് വന്നിരിക്കുന്നത്. ആ വ്യാഴൻ വന്നാൽ ആ വ്യാഴത്തിന്റെ അഷ്ടവർഗ സംഖ്യ നോക്കണം. 5 ബലത്തിൽ മൂലം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കും. അപ്പൊ ചെറിയ അസുഖങ്ങൾ എന്ന് പറയുന്നത് അക്യൂട്ട് ഇൻഫെക്ഷൻ, കാലപഴക്കമുള്ള രോഗമാണ് ക്രോണിക് ഇൻഫെക്ഷൻ ആയി വരാം. അപ്പൊ ഇവിടെ വ്യാഴൻ വന്നത് കൊണ്ട് ക്രോണിക് ഇൻഫെക്ഷൻ വരും എന്ന് പറയാൻ പറ്റില്ല, അത് കാലപഴക്കം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കുറച്ച് യുക്തി ഉപയോഗിക്കാം. വ്യാഴൻ മേധസ്സിന്റെ ആളാണ്. കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, LDL എന്ന് പറയും. HDL ഹൈപ്പോ ആകുമ്പോഴാണ് LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഹൈ ലെവൽ ആവാം. അതുകൊണ്ട് കൊളസ്ട്രോൾ വരാം. അതുപോലെ ഹാർട്ട് ബ്ലോക്ക് ആവാനും സാധ്യതകൾ ഉണ്ട്. പിന്നെ സ്ത്രീകൾക്ക് തൈറോയിഡ് സംബന്ധമായി ശരീരത്തിൽ മൂലാധാരം സൂര്യൻ, സ്വാധിഷ്ഠാനം ചന്ദ്രൻ, മണിപൂരകം ചൊവ്വ, ബുധൻ അനാഥകം, വിശുദ്ധി വ്യാഴൻ, ആജ്ഞാ ശുക്രൻ, സഹസ്രാരം ശനി. അതുകൊണ്ട് വിശുദ്ധി ചക്രമാണ് ബാധിച്ചിരിക്കുന്നത്. വിശുദ്ധി ചക്രത്തിനെയാണ് തൈറോയിഡ് എന്ന് പറയുന്നത് മോഡേൺ സയൻസ്, തൈറോയിഡ് ഗ്രന്ഥികൾ. അതുകൊണ്ട് തൈറോയിഡ് T1, T2, T3 തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹാർമോൺ TSH എന്ന് പറയും, തൈറോക്സിൻ. ഇതിൽ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്ര വിഷയങ്ങൾ ഉള്ളവർ നല്ല ഒരു തൈറോയിഡ് ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് ബീജസ്ഫുടമാണ്. സൂര്യസ്ഫുടം, വ്യാഴസ്ഫുടം, ശുക്രസ്ഫുടം, ഈ 3 സ്ഫുടത്തിനും കൂട്ടിയാൽ ബീജസ്ഫുടം ഉണ്ടാവും. ആ ബീജസ്ഫുടം 11 രാശി, 29 ഭാഗ, 52 കള. അപ്പൊ ബീജസ്ഫുടത്തിൽ വന്നത് രേവതിയാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രത്തിൽ സന്താനം ഇല്ലാത്തവർ എന്തായാലും ഡോക്ടറെ കാണിക്കണം. അത് നല്ലതാണ്. പറയുന്നത് എല്ലാം തമ്പുരാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ എന്തായാലും കാണിക്കണം. ഇതിൽ പ്രതിവിധി എന്ന നിലയ്ക്ക് ബുധൻ വന്നതുകൊണ്ട് മഹാവിഷ്ണുവിനെയും സന്താന ഗോപാല മന്ത്രം കൊണ്ടുള്ള ബീജഹോമം ചെയ്യേണ്ടതാണ്. ഹോമം ചെയ്യുമ്പോൾ നിങ്ങൾ ജാതകത്തിൽ സൂര്യന്റെ അഷ്ടവർഗ ഫലം എടുത്തിട്ട് ആ മുഹൂർത്തത്തിൽ ചെയ്യുമ്പോഴാണ് ഗുണമുണ്ടാവുക. അല്ലാണ്ട് നമ്പൂരി വന്നിട്ട് അയ്യാൽ ഒളി നോക്കി സമയം നോക്കി ചെയ്താൽ ഇതെല്ലാം കടലിൽ കായം കളഞ്ഞതുപോൽ ആയിപ്പോവും. അതുകൊണ്ട് അഷ്ടവർഗ ഗണിച്ച് മുഹൂർത്തം ഗണിച്ച് ചെയ്യുന്ന പരിഹാരങ്ങളാണ് കൂടുതൽ പ്രാബല്യമാവുക, നിങ്ങളുടെ ജീവനിലേക്ക് അപ്ഡേറ്റ് ആവുക. ഇതാണ് വിഷയങ്ങൾ. ഇത്ര വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇത്ര ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് യഥാർത്ഥ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ഉത്തമമാണ്. ഇതിൽ ബീജസ്ഫുടം വന്നതുകൊണ്ട് എല്ലാവർക്കും സ്വതവേ ഉള്ള പരിഹാരം ആണുണ്ടെങ്കിൽ മഹാസുദർശന ഹോമം ചെയ്യേണ്ടത് നല്ലതാണ്. പക്ഷേ ഈ ഹോമങ്ങൾ പൂജാരികൾ ഒക്കെ ദക്ഷിണ വാങ്ങിക്കേണ്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഓൺലൈൻ ജ്യോതിഷം എന്ന് പറയുന്നത് 99.99% മഹാ തട്ടിപ്പുകളാണ്. പറയാൻ കാരണം നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും, 2025 അങ്ങനെയാവും, 2030 ഇങ്ങനെയാവും ഒക്കെ പറയും. പക്ഷെ 2025 നിങ്ങളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആർക്ക് എന്ത് പറയാം. പക്ഷെ ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവത്തിലുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. സ്ഫുടം സത്യസന്ധത, സ്ഫുടം സത്യമായി നിങ്ങൾ ഭവിക്കുന്ന കാര്യത്തിൽ ഞാൻ പലപ്പോഴും വിശ്വസിക്കാനാണ്. 2019 എന്ന് പറയുന്ന ഈ വിഷയങ്ങൾ പറയുന്ന അനുഭവത്തിൽ ഉണ്ടെങ്കിൽ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് നല്ലതാണ്. ഇതിൽ ഉള്ള നക്ഷത്രക്കാർ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചാൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ദാമ്പത്യപരമായ കടുത്ത പരാജയങ്ങൾ ഉണ്ടാകും. ആ കടുത്ത പരാജയം ഉള്ളത് അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിക്കാൻ പോകുന്ന താല്പര്യമുള്ള കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ, ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ലേബിൽ പോവുക. ലേബിൽ പോയിട്ട് സ്ത്രീ ടെസ്റ്റോസ്റ്റിറൻ, ഈസ്ട്രജൻ, പ്രൊലാക്റ്റിൻ, TSH അത് എടുക്കുക. അതിന് കൂടെ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റ് എടുക്കുക. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറൻ എടുക്കുക. അതിന് കൂടെ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റ് എടുക്കുക. പറയാൻ കാരണം സെക്സ്വലായും പല തരത്തിലും രോഗങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കും. ഈ ടെസ്റ്റുകൾ എടുത്ത് നല്ല ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് കല്യാണം ചെയ്യേണ്ടത് ഉത്തമമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് അഭ്യർത്ഥി പറയുന്നത്. പിന്നെ ബ്ലോക്ക് വരുന്ന ആൾക്കാർ പറയാൻ കാരണം വ്യാഴം മേധസ്സാണ്. ഇപ്പൊ വ്യാഴം മേധസ് ഗ്രഹമായതുകൊണ്ട് ഹാർട്ട് ബ്ലോക്ക് ഉള്ളവർക്ക് ചെറിയൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി ഗാർലിക് ഓയിൽ ഉണ്ടാവും.
ഗാർലിക് ഓയിലിനെ സ്മോക്ക് തെറാപ്പി ചെയ്യുക. കുറച്ച് ചിരട്ട എടുക്കുക, കുറച്ച് ചകിരി എടുക്കുക, എടുത്തിട്ട് പച്ചക്കർപ്പൂരം കൊണ്ട് കത്തിക്കുക. ഗാർലിക് ഓയിൽ വാങ്ങിച്ചിട്ട് അതിലേക്ക് ആ തീയിലേക്ക് ഇടുക. ആ തീയിലേക്ക് ഇടുമ്പോൾ അതിൽ വരുന്ന സ്മോക്ക് നിങ്ങൾ ഹിൻഡയിലും തൊട്ടടുത്ത് അതിന് സ്മോക്ക് ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ സ്മോക്ക് ചെയ്താൽ എൻ്റെ അഭിപ്രായത്തിൽ 3 ബ്ലോക്ക് ഉള്ളവർക്ക് ഇത് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഇത് എങ്ങനെയാണ് മാറുന്നത്, ഇതിനെക്കുറിച്ച് സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ ഇനി വരുന്ന അപ്ഡേറ്റുകളിൽ ഉണ്ടാവും. ഇത് നിങ്ങൾ കണ്ടവർ ഷെയർ ചെയ്യുക, ലിങ്ക് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഈ വിഷയം ശാസ്ത്രീയമായും സത്യസന്ധമായും നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. വേറൊരു വിഷയം, പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് നിങ്ങൾ നല്ല ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തായാലും പരിഹാരം ചെയ്താൽ മാറും. നിങ്ങൾ ശുഭാപ്തി വിശ്വാസം വേണ്ട. ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. ശാസ്ത്രീയമായി ചിന്തിക്കുക, ശാസ്ത്രീയമായി പ്രവർത്തിക്കുക, ശാസ്ത്രീയമായി എല്ലാ കാര്യങ്ങൾ ചെയ്താൽ അവിടെ ഒരു ആനന്ദതയും ആത്മാർത്ഥതയും ഉണ്ടാകും. ആ ആത്മാർത്ഥതയെ മുന്നോട്ട് പോവുക. പക്ഷേ എൻ്റെ അടുത്ത് വന്നവർക്ക് എന്ത് തന്നെ പറഞ്ഞാൽ പരിഹാരം വേണം പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്താൽ ഈ ഹോമം, യാഗം, അതുപോലെ മറ്റുള്ള ഹോമങ്ങളൊക്കെ 99% അവണം കീശൻ അരയ്ക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം വിചാരിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സ് തോന്നിയതാണ് 1 കോടി ശിവപഞ്ചാക്ഷര മന്ത്രം ജപിച്ചിട്ട് സൗജന്യമായി രുദ്രാക്ഷം കൊടുക്കുക. സന്താനം ഇല്ലാത്തവർക്ക് ഈ രുദ്രാക്ഷം വാങ്ങിച്ചു പോയാൽ നല്ല സന്താനങ്ങൾ ഉണ്ടാവാനും, ഭാര്യ ഭർത്താവ് തമ്മിൽ സംശയമുള്ളവർക്ക് ഈ രുദ്രാക്ഷം വെച്ചാൽ സംശയമില്ലാതെ ജീവിക്കാനും, സാമ്പത്തികമായി നഷ്ടപ്പെട്ടവർക്ക് പണം കിട്ടാനുള്ളവർക്ക് രുദ്രാക്ഷം കൊണ്ടുവച്ചാൽ സാമ്പത്തികം പോയ ധനം തിരിച്ചു കിട്ടാനോ, വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി കുറവാനുണ്ടെങ്കിൽ ഈ രുദ്രാക്ഷം വെച്ചാൽ അവർക്ക് ഓർമ്മശക്തി വരാനും എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി 41 ദിവസം കുംഭമാസം 1-ാം തീയതിയാണ് തുടങ്ങുന്നത്. അതിക്ക് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര്, ടൈം, നക്ഷത്രം, നിങ്ങൾ പറഞ്ഞ ജില്ല, എല്ലാ ഡീറ്റെയിൽസും എൻ്റെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ്. ഈ ദിവസം 41-ാമത്തെ ദിവസം നിങ്ങൾ രാവിലെ ഈ യജ്ഞത്തിലേക്ക് വരണം. രാവിലെ 9 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 5 മണിയിൽ ഉണ്ടാവും. ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ജപത്തിന്റെ ശക്തി രുദ്രാക്ഷത്തിൽ ഞാൻ ചൈതന്യമാക്കി നിങ്ങളിലേക്ക് അങ്ങ് തരും. ഈ രുദ്രാക്ഷത്തിന് അതിന് ഋഷിയും ഛന്ദസ്സും ദേവതയും മൂലമന്ത്രമാണ് പറഞ്ഞത്. ആ മന്ത്രം നിങ്ങൾ ഏത് സമയവും ജപിക്കാം, ഏത് സമയവും ജപിച്ചുകൊണ്ടിരിക്കാം. ആ ജപം നിങ്ങൾ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നെങ്കിൽ ഈ രുദ്രാക്ഷം നിങ്ങൾക്ക് ഒരു ശിവ അനുഭൂതിയായി തീരും. നിങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്ന ശേഷം ഇവിടെ വന്നിട്ട് അന്നേരം എൻ്റെ ബുദ്ധിയിൽ എന്താണ് തോന്നുന്നത് സത്യസന്ധമായി നിങ്ങൾക്ക് പറയും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്യുക. അപ്പോൾ ഈ വേണം മംഗല്യം കഴിയാത്തവരുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ മുൻകൂറായിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. ഈ രുദ്രാക്ഷം തിരുവണ്ണാമല ഒരു ആശ്രമത്തിലന്ന് ഒരു സ്വാമി എനിക്ക് സൗജന്യമായി തരുന്നതാണ്. അതിലെ ജപം ഞാൻ നടത്തിക്കോളും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് കാണുന്നവർ രജിസ്റ്റർ ചെയ്യണം, നിർബന്ധമായിട്ട് വരണം. വന്നില്ലെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാവില്ല. പറയാൻ കാരണം അന്നത്തെ 1 ലക്ഷം മന്ത്രജപത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. നിങ്ങൾ വിജയിക്കും, ഒരു സംശയമില്ല. രമേശ് ആചാര്യ കോഴിക്കോട് ഉള്ളവർ, തൃശ്ശൂർ ഉള്ളവർക്ക് ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്നത് നല്ലതാണ്. അത്രയും ചൈതന്യമുള്ള മൂർത്തിയാണ് സാക്ഷാൽ വേട്ടക്കുരുമകൻ ക്ഷേത്രം. നല്ല നമസ്കാരം.